കെ ബി ശ്രീധരൻ തുടരുന്നുണ്ട്. ശ്രീധരൻ, ഇപ്പോൾ ടി വി കെക്കെതിരെ നേതാക്കൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പോലീസ് ഏറ്റവും കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും ഏത് വിധത്തിൽ മുന്നോട്ട് പോകുമെന്ന് ഉറപ്പില്ല. കാരണം ഇതിനു മുൻപുണ്ടായ സംഭവങ്ങൾ നമുക്കറിയാം. ഒരു സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നായകനെ അറസ്റ്റ് ചെയ്യുന്ന, ഇതേപോലൊരു തിരക്കിൽ മരണം സംഭവിക്കുമ്പോൾ നായകനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ വിജയെ അറസ്റ്റ് ചെയ്ത് തന്നെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകേണ്ട സ്ഥിതിയുണ്ട്. പക്ഷേ തമിഴ്നാട്ടിലെ ഒരു രാഷ്ട്രീയത്തിൻ്റെ രീതി അനുസരിച്ച് അത് ഏത് നിലയിലാണ് പിന്നീട് കാര്യങ്ങൾ മാറി മറിയാമെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് DMK സർക്കാർ എങ്ങനെയാണ് ഇതിൻ്റെ നിയമ നടപടികൾ സ്വീകരിക്കുന്നത്? ഉടനടി ആ ഒരു നടപടികളിലേക്ക് പോകുന്നുണ്ടോ, അതോ ആദ്യഘട്ടത്തിൽ ഈ ദുരിതാശ്വാസ പ്രവർത്തനം എന്ന നിലയ്ക്ക് ഇപ്പോൾ 10 ലക്ഷം വീതമൊക്കെ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി. അത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുക എന്നതാണോ സർക്കാരിൻ്റെ ഒരു നയം? ശ്രീധര, ശ്രീധര കേൾക്കാം? വിജയുടെ കരൂരിലെ റാലിയാണ് വലിയൊരു ദുരന്തത്തിലേക്ക് എത്തിച്ച് ശ്രീധരൻ തുടരുന്നുണ്ട്. ശ്രീധരൻ, ഉടനടി കർക്കശമായ നിയമ നടപടികളിലേക്ക് പോകാൻ DMK സർക്കാർ ആലോചിക്കുന്നുണ്ടോ? അങ്ങനെ പോയാൽ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ വേണ്ടി വരും. നമുക്കറിയാം, പുഷ്പ 2-ന്റെ റിലീസും അല്ലു അർജുൻ്റെ അറസ്റ്റും ഒക്കെ ഉണ്ടാക്കിയ ഒരു വിവാദം അറിയാം. അങ്ങനെ ഒരു വിവാദത്തിലേക്ക് കൊണ്ടുപോയി ഏതെങ്കിലും വിധത്തിൽ വിജയ്ക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന ഭയത്തിലാണോ DMK പോകുന്നത്, അതോ ആദ്യഘട്ടത്തിൽ ഈ ഒരു ദുരിതാശ്വാസ കാര്യങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മാത്രം അടുത്ത നടപടികളെന്നാണോ? ദിവിഷ്, വളരെ പക്വതയോട് കൂടിയിട്ടുള്ള ഒരു പ്രതികരണമാണ് ഈ ചോദ്യത്തിന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നൽകിയത്. അതായത് ആദ്യം ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് വരട്ടെ, ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആരൊക്കെയാണ് കുറ്റക്കാർ, അവർക്കെതിരെ നടപടി ഉണ്ടാകും എന്നാണ് തമിഴ്നാട് മുഖ്യമന്ത്രി അല്പസമയം മുൻപ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. ഏതായാലും പോലീസ് വിജയ്ക്കെതിരെ കേസെടുക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് തമിഴ്നാട് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്നാൽ ധൃതി പിടിച്ച ഒരു അറസ്റ്റിലേക്കൊക്കെ പോകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദിവിഷ് പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഒരു ധൃതി പിടിച്ചുള്ള അറസ്റ്റിലേക്ക് പോയാൽ വിജയ്ക്ക് ഒരു അനുകൂലമായിട്ടുള്ള സഹതാപ തരംഗം ഉണ്ടാകുമോ? ഇപ്പോൾ തന്നെ ഈ വിഷയത്തിൽ 2 അഭിപ്രായങ്ങൾ സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ ഉണ്ട്. പ്രത്യേകിച്ച് വിജയ് എന്നുള്ളത് വലിയൊരു നടനാണ്, വെറും ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല. ഈ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള, ഈ ആളുകളെ കൂടുതൽ ജനസഞ്ചയത്തെ ആകർഷിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നടന്മാരിൽ ഒരാളാണ്. അതുകൊണ്ട് തന്നെ ധൃതി പിടിച്ചുള്ളൊരു നടപടിയിലേക്ക് DMK കടക്കാൻ ഇടയില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. അല്ലാത്തപക്ഷം മറുവശത്ത് വിജയിയെ അറസ്റ്റ് ചെയ്യണം, വിജയ്ക്ക് പണിഷ്മെന്റ് നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള ഒരു പ്രചരണം സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. പക്ഷേ TVK പറയുന്ന ഒരു കാര്യം, ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകും എന്നുള്ളത് മുൻകൂട്ടി ഞങ്ങൾക്ക് അറിയായിരുന്നില്ല. ഇക്കാര്യത്തിൽ TVKയുടെ സംഘടനാ പിശക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയ തരത്തിലുള്ള വീഴ്ച ഇതിനു മുൻപ് പല റാലികളും ഉണ്ടായി, ചില സംഭവങ്ങളും അപകട സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ഇപ്പോൾ വിജയ് വളരെ വലിയ തോതിൽ സർക്കാരിനെയൊക്കെ വിമർശിക്കുന്ന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ടതാണ്. പക്ഷേ അതിനൊക്കെ അവഗണിച്ചു കളയാന്നൊരു നയം DMK എടുത്തിരുന്നു. അതിനൊരു വാർത്താ പ്രാധാന്യം കൊടുക്കേണ്ട, വിജയെ വലുതാക്കാൻ അത് ഉപകരിക്കുമെന്നതിലേക്ക്. പക്ഷേ ഇങ്ങനെയൊരു സ്ഥലത്തെത്തുമ്പോൾ ആളുകൾ വരുന്ന സ്ഥലത്ത് അതിൻ്റെ സുരക്ഷാ കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്താനും അതിനുവേണ്ട ഒരുക്കങ്ങൾ നടത്താനുള്ള ചുമതല സ്വാഭാവികമായിട്ടും പോലീസിനും സർക്കാരിനുമാണല്ലോ. അപ്പോൾ അതിലും അവർ ഒരു ഉപേക്ഷ വിചാരിച്ചതാണോ? എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു പോയാലും ആയിക്കൊള്ളട്ടെ എന്ന് പോലും ചിന്തിക്കുന്ന തരത്തിലേക്ക്, കാരണം അത്തരത്തിലൊക്കെയാണ് പല വിമർശനങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ പോലീസിൻ്റെ ഭാഗത്തുനിന്നൊരു നിസ്സംഗത ഇത്രയും തിരക്കുള്ള ഒരു പരിപാടിക്ക് മേൽ ഉണ്ടായി എന്നതുകൂടിയാണ്. തീർച്ചയായിട്ടും പോലീസിനെതിരെ വലിയ വിമർശനം സമൂഹ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് വിജയ് ഫാൻസിന്റെ ഭാഗത്ത് TVK പ്രവർത്തകരുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. അതിനവർ പറയുന്നൊരു കാര്യം, 2 എഴുത്തുകൾ, 2 അപേക്ഷകൾ ഇതുമായി അനുമതിക്ക് വേണ്ടി നൽകിയിരുന്നു. ആദ്യത്തെ അപേക്ഷയിൽ പറയുന്നത് 10,000 പേർ പങ്കെടുക്കുന്ന റാലി ആയിരിക്കും നടക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ അപേക്ഷയിൽ കൂടുതൽ ആളുകൾ അതിലേക്ക് എത്തും, ഏതാണ്ട് 50,000-ലധികം ആളുകൾ അവിടേക്ക് എത്തും എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമതൊരു കത്തുകൂടി നൽകിയെന്നാണ് TVK അവകാശപ്പെടുന്നത്. പക്ഷേ DGP പറയുന്നത് രാവിലത്തെ ഒരു
ഒരു 8:45 മുതൽ 3 മണി വരെയാണ് ഈ റാലിക്ക് അനുമതി നൽകിയത്. പക്ഷേ വിജയ് ചെന്നൈയിൽ നിന്നിറങ്ങിയത് പോലും 8:45-നാണ്. വിജയ് വൈകി എത്തിയതാണ് ഈ ദുരന്തത്തിന് കാരണം. അതായത് രാവിലെ മുതൽ തന്നെ നിരവധി ആളുകൾ കൈക്കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വിജയെ കാണാനും കേൾക്കാനും ഒക്കെ എത്തിയിരുന്നു. അതുകൊണ്ട് വിജയ് വൈകിയതോടുകൂടി ആളുകൾ വല്ലാതെ കുഴഞ്ഞു വീഴുന്ന അവസ്ഥയിലേക്കൊക്കെ പോയി. ഇത് ഒരു ദുരന്തത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് ഈ പോലീസിന്റെ വാദം. 10,000 പേർ വരേണ്ടിടത്ത് 27,000 പേർ വന്നു. അതാണ് തിക്കിനും തിരക്കിനും ഉണ്ടായത് കാരണമായത് എന്നാണ് DGP പറയുന്നത്. 500ഓളം പോലീസുകാരെ അവിടെ നിയോഗിച്ചിരുന്നെന്നും DGP വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ അവിടെയും ഒരു ചോദ്യം, നേരത്തെ നടന്ന റാലികളിലൊക്കെ വിജയെ കാണാൻ വന്ന ആൾക്കൂട്ടം നോക്കിയാൽ ഈ 500 പോലീസുകാർ എന്നുള്ളത് ഇങ്ങനെയുള്ള അത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് മതിയാകുമോ എന്നുള്ള ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് അവിടെ പ്രദേശവാസികൾക്ക് പറയുന്നത് 27,000 ഒന്നുമല്ല, അതിൻ്റെ അപ്പുറത്ത് 10,000-കണക്കിന് ആളുകൾ അവിടേക്ക് വന്നിട്ടുണ്ട്. അതായത് 50,000-ഓ 60,000-ഓ കൂടുതൽ ആളുകൾ, 1,00,000 ആളുകൾ വരെ എത്തിയെന്ന് ചില ആളുകളുടെ പ്രതികരണം, പ്രദേശവാസികളുടെ പ്രതികരണമൊക്കെ നേരത്തെ നമ്മൾ കേട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള പോലീസ് സംവിധാനം അവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയായിരിക്കും ഉത്തരം. നമ്മൾ സമീപകാലത്ത് കണ്ട നമ്മൾ